ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡിവൈൻ മസ്കുലൈൻ എനർജി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. മാക്സിമം ജേർണീസിലും മസ്കുലൈൻ എനർജി ആയിരിക്കും റണ്ണർ ട്വിൻ. ശരിക്കും അവർ റണ്ണർ ആവുമ്പോൾ അവർ റൺ ചെയ്യുന്നത് അവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്നുമല്ല, അവരുടെ ഫീലിങ്സിൽ നിന്നുമാണ്. അതായത് അവർ റണ്ണ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഫെമിനൈൻ എനർജി വിചാരിക്കും അവർ റൺ ചെയ്യുന്നത് ഫെമിനൈൻ എനർജിയിൽ നിന്നുമാണെന്ന്. എന്നാൽ അവർ റൺ ചെയ്യുന്നത് അവരുടെ ഒരു ഫീലിങ്സ് ഏതാണോ ഉള്ളത് കൗണ്ടർ പാർട്ടിന് വേണ്ടി, അതായത് ഫെമിനൈൻ എനർജിക്ക് വേണ്ടി, ആ ഒരു ഫീലിങ്സിൽ നിന്നുമാണ് അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ വളർന്ന ഒരു സാഹചര്യം അവരെ കണ്ടീഷൻ ചെയ്ത് പെട്ടിട്ടുള്ള ഒരു കാര്യമൊക്കെയും അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഫീലിങ്സ്, അതായത് മസ്കുലൈൻ എനർജി തൻ്റെ ഫീലിങ്സിന് വാലിഡേഷൻ കൊടുക്കരുത്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള 3D ലൈഫിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ മാത്രം എല്ലായ്പ്പോഴും ഒരു ഗിവറായിട്ടിരിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരിക്കലും അവരുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനോ ഫീൽ ആവാനോ ഉള്ള ഒരു സാവകാശമോ അങ്ങനെ ഒരു സാഹചര്യമോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അത് ഏതൊരു റിലേഷൻഷിപ്പിലും. അപ്പോൾ അവർ എല്ലായ്പ്പോഴും ആ ഒരു ഇമോഷൻസിനെ സപ്രസ് ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തൻ്റെ ലൈഫിലേക്ക് തൻ്റെ കൗണ്ടർ പാർട്ട് വരുമ്പോൾ, ഫെമിനൈൻ എനർജി വരുമ്പോൾ, അവർക്ക് ഉള്ള ഒരു ഇമോഷൻസ് എല്ലാം സർഫേസിൽ വരികയും അവർക്ക് അതിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ഇല്ലാതാവുകയും ചെയ്യും. ഈ കൺട്രോളിനെ അവർ അവരുടെ കയ്യിൽ തന്നെ വെക്കാനായിട്ട്, അതായത് ഈ ഉള്ള ഇമോഷൻസിനെ ഒക്കെയും കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് അവർ തിരിഞ്ഞോടുന്നത്, അതായത് റണ്ണർ ആവുന്നത്. ഇതിനു മുമ്പ് സൂചിപ്പിച്ച പോലെ എല്ലായ്പ്പോഴും അവരുടെ കോൺസെൻട്രേഷൻ അവരുടെ ഫാമിലിയിലായിരിക്കും. അതായത് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫില്ല് ചെയ്യുക, അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഫൈനാൻസ് അടക്കം അറേഞ്ച് ചെയ്യുക. അതായത് എല്ലാ തരത്തിലുള്ള ഒരു ചുമതലകളും അതേ തരത്തിൽ അവർ 100% വഹിക്കാനായിട്ട്, അല്ലെങ്കിൽ അത്രയും ഒരു റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുകയും നിർവഹിക്കാൻ ശ്രമിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഈ ഒരു ജേർണിയിൽ മസ്കുലൈൻ എനർജിയുടെ ത്രോട്ട് ചക്ര ത്രൂ ഔട്ട് ദ ജേർണി എൻഡിങ് വരെയും ബ്ലോക്ക്ഡ് ആയിരിക്കും. ഇത് ഡിവൈനായിട്ട് അവർക്ക് ആ ഒരു ബ്ലോക്ക് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, ഒന്ന്, അവരുടെ ഒരു ഇമോഷൻസിനെ തൻ്റെ ഫെമിനൈൻ എനർജിയോട് പോലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ബ്ലോക്ക് കൊണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ബ്ലോക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് കളയാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം അതങ്ങനെ ഹോൾഡ് ഓൺ ചെയ്തിട്ട് ആ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, ആ ലോജിക്കൽ മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആ ഒരു യുദ്ധം, അതായത് ലോജിക്കൽ മൈൻഡാണോ കറക്റ്റ്, അതല്ലെങ്കിൽ സോള് പറയുന്ന ആ ഒരു ഇമോഷണൽ തിങ്സ് ആണോ കറക്റ്റ് എന്നറിയാതെ ആ ഉള്ളിലുള്ള ഒരു യുദ്ധത്തിലൂടെയാണ് അവർ ശരിക്കും അവേക്കനിങ്ങിൻ്റെ ആദ്യത്തെ പടി ചവിട്ടുന്നത്, അതായത് ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് അവേക്കനിങ്ങിലേക്ക് വരുന്നത്. അടുത്തതായിട്ട് ഫെമിനൈൻ എനർജിക്ക് അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ അവരുടെ ചുറ്റും അറ്റ്ലീസ്റ്റ് അവരുടെ ഫാമിലിയിലോ ഒരു ഫ്രണ്ട് സർക്കിളിലോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത്ര നാൾ അവരുടെ ലൈഫിലില്ലാത്ത ഒരാളോ ആരെങ്കിലും ഒരു സോൾമേറ്റിനെ, അത് ഒരു ലവർ റിലേഷൻഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ, അവർക്ക് എല്ലായ്പ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട് ഈ ജേർണിയിൽ കാണും. അതായത് മേ ബി ആ വരുന്ന ഒരു പേഴ്സൺ ട്വിൻ ഫ്ലെയിം ആവണമെന്നൊന്നുമില്ല, അവർ സ്പിരിച്വലി അവേക്കൻഡ് ആവണമെന്നില്ല, എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ഫെമിനൈൻ എനർജീനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ പല സോൾ ട്രൈബ്സിലേക്ക് ഫെമിനൈൻ എനർജി കണക്ട് ചെയ്യപ്പെടും. യൂണിവേഴ്സിൻ്റെ സിഗ്നൽസൊക്കെയും സിങ്ക്രോണിസിറ്റീസൊക്കെയും മനസ്സിലാക്കിയെടുത്ത് വർക്ക് ചെയ്യാൻ, അതായത് ഫെമിനൈൻ എനർജിക്ക് പറ്റും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഒരു സ്പിരിച്വൽ ടീമിൻ്റെ അടക്കം ഫെമിനൈൻ എനർജിക്ക് മനസ്സിലാകുകയും അവർ ഗൈഡ് ചെയ്യുന്ന പോലെ ഫെമിനൈൻ എനർജിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയും ചെയ്യും. എന്നാൽ ഒരു മസ്കുലൈൻ എനർജിയുടെ ചുറ്റും എപ്പോഴും കാർമിക്സ് മാത്രമായിരിക്കും ഉള്ളത്. അവിടെ അവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക്
ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കാനോ ഒരു സോൾ ലെവലിൽ, അതായത് അവരുടെ ചുറ്റുമുള്ള സർക്കിളിൽ ആരും കാണില്ല. അറ്റ് ദ സെയിം ടൈം ഫെമിനൈൻ എനർജിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ യൂണിവേഴ്സ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും മസ്കുലൈൻ എനർജിക്ക് കൊടുക്കുമെങ്കിലും അതിലേക്ക് കണക്ട് ചെയ്യപ്പെടാൻ ആ ഒരു ലോജിക്കൽ മൈൻഡ് അവരെ ഇനിഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും ഈ ജേണിയിൽ ഒറ്റപ്പെടുകയും എന്താണ് മുമ്പോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ പലതരത്തിൽ സഫർ ആവുകയുമാണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ സഫറിങ്സിലൂടെയാണ് അവരുടെ അവേക്കണിങ് പ്രോസസ്സ് ഗോ ത്രൂ ആവുന്നത്. അടുത്തതായിട്ട് ഏറ്റവും വലിയ ചാലഞ്ചുകളിലൊന്ന് മസ്കുലൈൻ എനർജി ഫേസ് ചെയ്യുന്നത് അവരുടെ ഈഗോനെ ഷാറ്റർ ചെയ്യാനായിട്ടാണ്. ഇത് ഒരു സ്റ്റെപ്പിൽ അല്ല, പല സ്റ്റെപ്സ്, പല സോൾ ഷോക്സിലൂടെ ആയിരിക്കും മസ്കുലൈൻ എനർജിക്ക് ഈ ഒരു ഈഗോ ഷാറ്റർ ആവുന്നത്. ഈഗോ ഷാറ്ററായി കഴിഞ്ഞ് അവേക്കനിങ് ഒക്കെ കംപ്ലീറ്റ് ആവാൻ വരുന്ന സമയത്തും അത്ര പെട്ടെന്നൊന്നും ഇവർ ഫെമിനൈൻ എനർജിയെ കോണ്ടാക്ട് ചെയ്യാറില്ല. അതായത് ഈ ജേർണിയെ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു പെർട്ടിക്കുലർ കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഫെമിനൈൻ എനർജീനെ കണക്ട് ചെയ്യാനായിട്ട് അവിടെ പ്രശ്നം വരുന്നത് ഓൾറെഡി ഈ ഒരു കണക്ഷനിൽ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ടോട്ടലായിട്ട് മെസ്സപ്പ് ചെയ്തത് അവരുടെ ഭാഗത്ത് നിന്നായിരിക്കും. അതായത് ഒരു മസ്കുലൈൻ എനർജിയുടെ ഭാഗത്ത് നിന്നായിരിക്കും. അതിൻ്റെ ഒരു ഗിൽട്ട് അവരിൽ കാണും, അതിൻ്റെ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസ് അവരിൽ കാണും. കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫെമിനൈൻ എനർജി മുമ്പോട്ട് അസെൻഡ് ആവുകയും സ്പിരിച്വലി അസെൻഡ് ആവുകയും അവരുടെ ഉള്ളിലെ ലൈറ്റ് എനർജറ്റിക്കലി മസ്കുലൈൻ എനർജിക്ക് ഫീൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസൊക്കെയും പലപ്പോഴും മസ്കുലൈൻ എനർജി ഫീലായിട്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസിനെയൊക്കെ അവർക്ക് ഹീലാക്കിക്കൊണ്ട് ഒരു ഡിവൈൻ എനർജിയിലേക്ക് വരേണ്ടതും, അല്ലെങ്കിൽ ആ വരുന്ന പ്രോസസ്സും ഒരു ചാലഞ്ചാണ് മസ്കുലൈൻ എനർജിക്ക്. അടുത്ത മേജറായിട്ടുള്ള ഒരു ചാലഞ്ച് മസ്കുലൈൻ എനർജി ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഫിയർ ബേസ്ഡ് എനർജിയിലായിരിക്കും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ആക്ച്വലി ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു 3D സെൽഫിൽ വളരെ എനർജറ്റിക്കായിട്ട്, വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കും മറ്റ് കാര്യങ്ങളിലൊക്കെയും. എന്നാൽ ഈ ഒരു ജേർണി, അല്ലെങ്കിൽ തൻ്റെ കൗണ്ടർ പാർട്ടിന് വേണ്ടി അവർ ആലോചിക്കുമ്പോൾ അവർക്ക് സൊസൈറ്റി റിലേറ്റഡ് കൺസേൺസ് കൂടുതലായിരിക്കും. എക്സിസ്റ്റിംഗ് കാർമിക് കണക്ഷൻസിനെ എങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ലെറ്റ് ഗോ ചെയ്യണം, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് എങ്ങനെ ലെറ്റ് ഗോ ചെയ്യണം, ഇതൊക്കെയും അവരുടെ മുമ്പിലുള്ള ചാലഞ്ചസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും അവർ ഒരു സ്റ്റക്ക് എനർജിയിലൊക്കെ ഇരിക്കാറുണ്ട് ഈ ഒരു ജേർണിയിൽ. അപ്പോൾ ഇതും ഒരു മേജർ ചാലഞ്ചാണ്, അല്ലെങ്കിൽ ചാലഞ്ചസ് ആണ് മസ്കുലൈൻ എനർജി ഫേസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയൊക്കെയും അതാത് സമയങ്ങളിൽ ഡിവൈൻ ഇൻ്റർവെൻഷൻ വന്നിട്ട് അവരെയും ഈ ഒരു ജേർണിയെ കംപ്ലീറ്റ് ചെയ്യാൻ ഡിവൈനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഓൺലി ഡിവൈൻ ഫെമിനൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന ജേർണി അല്ല. എനർജറ്റിക്കലി ഡിവൈൻ ഫെമിനൈൻ്റെ കൂടെ ഡിവൈൻ മസ്കുലൈനും ഹീലായി അവർ ഒരു യൂണിയനിൽ വന്നിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടാസ്ക്, അല്ലെങ്കിൽ ഒരു സോൾ പർപ്പസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ജേർണിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.